നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നാളെയാണ്. പൊങ്കാലയോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. നാളെ രാവിലെ 9:15 ശുദ്ധ പുണ്യാഹ ചടങ്ങോടെയാണ് പൊങ്കാല ആഘോഷങ്ങൾ ആരംഭിക്കുക. ഉച്ചയ്ക്ക് 2:15 നിവേദ്യം. ക്ഷേത്ര പരിസരത്ത് പൊങ്കാലയിടുന്നതിനായി കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. പൊങ്കാലയ്ക്ക് എത്തുന്നവർ ഹരിതചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പൊങ്കാല സമർപ്പണത്തിന് മുൻവർഷങ്ങളിലേക്കാൾ തിരക്കാണ് ഇക്കുറി തിരുവനന്തപുരം നഗരത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ വൈകിട്ട് ദേവീ ദർശനത്തിനായി നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും പൊങ്കാലയർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചന്ദ്രഗ്രഹണ ദിവസമായതിനാൽ ഉച്ചകഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 മണി വരെ നട അടയ്ക്കുന്നതിനാൽ ദർശനമുണ്ടാവില്ല. ആറ്റുകാൽ പൊങ്കാല നഗരത്തിൽ തിങ്കളാഴ്ച പകൽ 1 മുതൽ ചൊവ്വാഴ്ച രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരപരിധിയിൽ കണ്ടെയ്നർ വാഹനങ്ങൾ, ചരക്കു വാഹനങ്ങൾ എന്നിവ പ്രവേശിക്കാൻ പാടില്ല. റോഡുകളിലും സമീപത്തും നിർത്തിയിടാനും പാടില്ല. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും തിരക്ക് അനുഭവപ്പെടുന്ന നഗരത്തിലെ പ്രധാന റോഡിന്റെ ഇരുവശങ്ങളിലും ഇടറോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. പൊങ്കാലയിടാൻ വരുന്ന സ്വകാര്യ വാഹനങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപത്തെ പ്രധാന റോഡുകളിലോ MG റോഡുകളിലോ പാർക്ക് ചെയ്യരുത്. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നഗര റോഡുകളിലെ നടപ്പാതകളിൽ അടുപ്പ് കൂട്ടാൻ പാടില്ല. പൊങ്കാല അടുപ്പുകൾക്ക് സമീപം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും അപകടമാണ്. ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ്, മറ്റ് അവശ്യ സർവീസുകൾ തുടങ്ങിയവ കടന്നുപോകുന്ന വഴി സൗകര്യം ഒരുക്കി മാത്രമേ പൊങ്കാല അടുപ്പുകൾ വയ്ക്കാൻ പാടുള്ളൂ. പൊങ്കാലയ്ക്ക് ശേഷം മടങ്ങുന്നവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ റോഡിന്റെ വശങ്ങളിലേക്ക് വാഹനങ്ങൾ ഒതുക്കി പാർക്ക് ചെയ്യണം. തിരുവനന്തപുരം ഡിവിഷൻ മെഡിക്കൽ ബ്രാഞ്ച് 2026 മാർച്ച് 3 ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ എല്ലാ ഭക്തരുടെയും യാത്രക്കാരുടെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ സമഗ്രമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലെ പ്രധാന സ്ഥലങ്ങളിൽ 4 പൂർണ്ണമായി സജ്ജീകരിച്ച മെഡിക്കൽ എയ്ഡ് പോസ്റ്റുകൾ പ്രവർത്തിക്കും. സീനിയർ ഡോക്ടർമാർ, നഴ്സിംഗ് സ്റ്റാഫ്, സെന്റ് ജോൺ ആംബുലൻസ് എന്നിവർ ഡ്യൂട്ടിയിലുണ്ടാകും. സ്റ്റേഷന് ചുറ്റും തന്ത്രപരമായ സ്ഥലങ്ങളിൽ 3 ആംബുലൻസുകൾ സജ്ജമായിരിക്കും. എമർജൻസി മരുന്നുകൾ, വീൽ ചെയറുകൾ, സ്ട്രക്ചറുകൾ തുടങ്ങിയവ അത്യാവശ്യ ഉപകരണങ്ങൾ എല്ലാ പോസ്റ്റുകളിലും ലഭ്യമാണ്. അതേസമയം സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്കും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന താപനില അനുഭവപ്പെടുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്.